എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയും ആ കട്ടകുറി വില്ലനും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ലൂഫി ആണെങ്കിൽ ആ കട്ടകുറി വില്ലൻ അങ്ങനെ ഇടിച്ചിടിച്ച് ഫുട്ബോൾ തട്ടും പോലെ തട്ടുകയാണ്. ലൂഫി സ്ട്രെയിറ്റ് ആയിട്ട് ഫോർത്ത് ഗിയറിലേക്ക് പോയി അവന്റെ കയ്യിലേക്ക് പവർ കൊണ്ടുവന്ന് അതില് പവർ ആഡ് ചെയ്ത് ആഞ്ഞു പഞ്ച് ചെയ്യും. അതേ പവർ കോപ്പി ചെയ്ത് കട്ടകുറി തിരിച്ചവനെ പഞ്ച് ചെയ്യാണ്. പക്ഷേ കട്ടകുറിയുടെ കൈയും സൈസും ലൂഫിയുടെ 10 മടങ്ങുണ്ട്. അതുകൊണ്ട് തന്നെ ലൂഫിയുടെ പവറിനെ അവൻ ഈസി ആയിട്ട് ചെറുത്ത് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടും കട്ടകുറിയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ലൂഫി ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. അവന്റെ 2 കൈയും അങ്ങനെ ജയന്റ് ആക്കി മാറ്റി ആഞ്ഞടിക്കാനായിട്ട് ഓടിയെത്തും. അത് കണ്ട ആ ജയന്റ് വില്ലൻ അവനും അവന്റെ 2 കൈകളും ജയന്റ് ആക്കി മാറ്റുകയാണ്. ലൂഫി അവനെ അടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവന്റെ കൈകൾ ഉപയോഗിച്ച് ലൂഫിയുടെ കൈകൾ തട്ടി അവനൊരൊറ്റ പഞ്ച് ചെയ്യും. പഞ്ച് കിട്ടി ലൂഫി ആണെങ്കിൽ ഒരുപാട് ദൂരം അങ്ങനെ തെറിച്ചുപോയി ചുമരിൽ ആഞ്ഞിടിക്കും. പക്ഷെ എന്താ, ലൂഫി ആ വില്ലൻ പഞ്ച് ചെയ്ത അവന്റെ 2 ജയന്റ് കൈകളും അതങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അവൻ ആ കൈ പിടിച്ച് വലിച്ച് വില്ലനെ അങ്ങനെ കറക്കിയെടുത്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ വില്ലൻ അങ്ങനെ തകർന്ന് വീഴുകയാണ്. ഇങ്ങനെ ഒരു തന്ത്രപരമായ മൂവ്മെന്റ് അത് നമ്മുടെ ചെക്കൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവന്റെ കാലിലേക്ക് ഹോക്കി പവർ കൊണ്ടുവന്ന് അത് അങ്ങനെ നീട്ടും. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായി അതിലും വലിയ ജയന്റ് ഒരു കാല്. ഷടാ, ഇതെവിടുന്ന് വന്നു എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കും. മറ്റാരും അല്ല, ലൂഫി സെക്കൻഡുകൾക്ക് മുൻപ് ഇടിച്ച് താഴെയിട്ട അതേ കട്ടകുറി വില്ലൻ. നിന്റെ ഫ്യൂച്ചർ എനിക്ക് കാണാൻ പറ്റുന്നിടത്തോളം കാലം നിനക്ക് എന്നെ തോൽപ്പിക്കാനോ ഡിഫീറ്റ് ചെയ്യാനോ പറ്റില്ല ലൂഫി എന്ന് അവൻ അടിച്ചു പറയും. ലൂഫി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവന്റെ ജയന്റ് കാല് വെച്ച് ലൂഫി അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അല്പസമയം കഴിഞ്ഞ് കട്ടകുറി ആണെങ്കിൽ ലൂഫിയുടെ തൊട്ടടുത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ പരാജയപ്പെടാൻ തയ്യാറാവാതെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ എഴുന്നേക്കാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ഇവിടെ പുട്ടിങ് ആണെങ്കിൽ ഷിഫോണിന്റെ കയ്യിൽ ഒരു ഹാൻഡ് കഫ് ഒക്കെ ഇടുകയാണ്. പുട്ടിങ് പറയും, നീ സ്ട്രെയിറ്റ് ആയിട്ട് അയലാൻഡിലേക്ക് വന്ന് കേക്ക് ഉണ്ടാക്കിയ എല്ലാവർക്കും ഒരുപാട് സംശയം തോന്നും. സോ ഞാൻ നിന്നെ നിർബന്ധിച്ച് ഹാൻഡ് കഫ് ഒക്കെ ഇട്ട് നിന്നെ വരട്ടി ഈ കേക്ക് ഉണ്ടാക്കിച്ചതാണെന്നേ മറ്റുള്ളവർക്ക് തോന്നാവൂ എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഹാൻഡ് കഫ് ഒക്കെ ഇടിയിപ്പിച്ച് അവിടേക്ക് കൊണ്ടുപോകും. സാഞ്ചി ആണെങ്കിൽ റൊമാൻറ്റിക് ആയി ലൈറ്റായി ഇപ്പൊ പുട്ടിങ്ങിനെ ഒന്ന് നോക്കും. അതിൽ ഇംപ്രസ്ഡ് ആയി അവളങ്ങനെ തളർന്നു വീഴുകയാണ്. ഷിഫോൺ ആണെങ്കിൽ പുട്ടിങ്ങിനെ പിടിച്ചെഴുന്നേപ്പിക്കും. പുട്ടിങ്, നീ എന്തായി ചെയ്യണേ? നമുക്ക് എത്രയും വേഗം ആ കേക്ക് ഉണ്ടാക്കണ്ടേ? അതിനവള് ഓക്കെ പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ഐലാൻഡിലേക്ക് വരികയാണ്. ഐലാൻഡിലുള്ളവരെല്ലാവരും പുട്ടിങ്ങിനെ കണ്ട് ഒരുപാട് സന്തോഷത്തിൽ അവളെ നോക്കും. വെഡിങ് ഡ്രസ്സിൽ പുട്ടിങ്ങിനെ കാണാൻ മനോഹരമായിരിക്കുന്നു. അവളുടെ വെഡിങ് നടക്കാത്തതിൽ ജനങ്ങൾക്കെല്ലാം ഒരുപാട് വിഷമമുണ്ട്. അപ്പോഴായിരിക്കും അവർ പുട്ടിങ്ങിന്റെ കൂടെയുള്ള ഷിഫോണിനെ കാണുക. പുട്ടിങ്ങിനെ കണ്ട് ഹാപ്പി ആയിട്ടിരുന്നവരുടെ മുഖം എല്ലാം തന്നെ അങ്ങനെ അവളെ കണ്ട് ഇരുളാണ്. അത് കണ്ട പുട്ടിങ് ആണെങ്കിൽ അവരോട് പറയും, ഇവള് കപ്പോംസിന്റെ വൈഫാണ്. അവൻ ചെയ്ത തെറ്റിന് ഇവളും പണിഷ്മെന്റ് അറിയിക്കുന്നു. അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കാനാണ് ഞാൻ ഇവളെ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവിടെ ഉണ്ടായിരുന്ന ആനിമൽസ് അവറ്റകളാണെങ്കിൽ ആ കാർപ്പറ്റിന്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. കാർപ്പറ്റിന്റെ അടിയിൽ മറ്റാരുമല്ല, നമ്മുടെ സാഞ്ചി. അവൻ ഒളിഞ്ഞിരിക്കുകയാണ്. കാര്യം കൈവിട്ടു പോകുന്നു മനസ്സിലാക്കിയ നമ്മുടെ പുട്ടിങ് ആണെങ്കിൽ നൈസായിട്ട് അങ്ങനെ വിഷയം ചേഞ്ച് ചെയ്യാണ്. കമോൺ, നമുക്ക് എത്രയും വേഗം ആ സ്വീറ്റ് ഫാക്ടറിയിലേക്ക് പോകണം. അവിടെ എത്തി ഒട്ടും സമയം കളയാതെ ബിഗ് മോമിനുള്ള കേക്ക് അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് തയ്യാറാക്കണം. നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മുടെ അയലാൻഡ് തന്നെ ബിഗ് മോം തകർക്കും. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ അപ്പോഴും ഒരുപാട് സങ്കടം. കാരണം പുട്ടിങ്ങിന്റെ വിവാഹം അത് നടന്നില്ല. അത് കാണാനാണ് അവിടെയുള്ളവരെല്ലാവരും കാത്തിരുന്നത്. അതിനുശേഷം അവരെല്ലാവരും ഇപ്പോ ആ ഒരു വലിയ ഫാക്ടറിയിലേക്ക് വരും. ഓൾറെഡി ഒരുപാട് ഷെഫുകൾ കേക്ക് ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കട്ടകുറിയെ കാണിക്കും. ഇവിടെ കട്ടകുറിക്കാണെങ്കിൽ മനസ്സിലാവും പരസ്പരം അവൻ മരിച്ചിട്ടില്ല എന്ന്. അവനാണെങ്കിൽ കട്ടകുറിയെ കോണ്ടാക്ട് ചെയ്ത് കട്ടകുറിയോട് പറയും, ലൂഫിയാൻ ടീം അവരുടെ കപ്പല് അതുമായിട്ട് ഫ്ലൈ ചെയ്ത് മുൻപോട്ടേക്ക് കുതിച്ചു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളും ബിഗ് മോമും എല്ലാവരും അവരുടെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. അവരെ ഒരു കാരണവശാലും ഇവിടുന്ന് ജീവനോടുകൂടെ വിട്ടയക്കില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പുട്ടിങ്ങും നമ്മുടെ ആൾക്കാരും അവരെല്ലാവരും ആ ഒരു വലിയ സ്വീറ്റ് ഫാക്ടറിയുടെ മുൻപിലേക്ക് വരികയാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് ഷെഫുകൾ അവൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അവൾ പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് വരും. ചുറ്റുമുള്ളവരെല്ലാവരും പുട്ടിങ്ങിനെ കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അവൾ ഒരുപാട് ആഗ്രഹിച്ച വിവാഹം അത് നടന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ വിഷമം അവരുടെ എല്ലാവരുടെയും മുഖത്ത് അങ്ങനെ പ്രതിധ്വനിക്കുന്നുണ്ട്.
പക്ഷെ പുട്ടിങ് ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ അവരെ എല്ലാവരെയും ചില്ലാക്കി അവരോട് പറയും, നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം ഞങ്ങൾ കേക്ക് പ്രിപ്പയർ ചെയ്ത് ബിഗ് മോമിന് കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് മോം അവർ തീർച്ചയായിട്ടും നോർമൽ ആവുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്കും വല്ലാത്തൊരു സന്തോഷം. ജനങ്ങളും ഷെഫുകളും അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഗ്യാപ്പിൽ അവളാണെങ്കിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ സാഞ്ചിയെയും ആ പായയെയും അകത്തേക്ക് കയറ്റി വിടുകയാണ്. അതിനുശേഷം വീണ്ടും പുട്ടിങ് അവിടെയുള്ള എല്ലാവരോടുമായിട്ട് പറയും, ഞങ്ങളകത്ത് വളരെ കാര്യമായിട്ടായിരിക്കും കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആരും അകത്തേക്ക് വരാനോ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കാനോ പാടില്ല. ഞങ്ങളുടെ കോൺസെൻട്രേഷൻ പോയാൽ കേക്ക് കുളമാവും. പിന്നീട് ബിഗ് മോമിനെ തടയാനാവില്ല. അവര് ഈ ഐലാൻഡ് മുഴുവനും തകർക്കും. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയും, ഇല്ല, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഒളിഞ്ഞു നോക്കാനോ ഡിസ്ട്രാക്ട് ചെയ്യാനോ അതിൻ്റെ അകത്തേക്ക് വരില്ല. അത് കേട്ട് അവൾ ഹാപ്പിയായി ഷിഫോണിനെ കൂട്ടി കേക്ക് ഉണ്ടാക്കാൻ അകത്തേക്ക് പോകും. അതിനുശേഷം ഒരു ഹെഡ് ഷെഫിനെ മാത്രം അകത്തേക്ക് വിളിക്കുകയാണ്. അവൻ അകത്തേക്ക് വരേണ്ട താമസം അവന്റെ മെമ്മറിയിലേക്ക് കൈയിട്ട് അത് മുഴുവൻ എഡിറ്റ് ചെയ്ത് ഓൾട്ടർ ചെയ്യുകയാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചി ആണെങ്കിൽ ഷിഫോണിന് ആ ഒരു വെഡ്ഡിംഗ് കേക്കിന്റെ മോഡല് അവൻ വരച്ചത് കാണിച്ചു കൊടുക്കും. ഇതാണ് ആ ഒരു വെഡ്ഡിംഗ് കേക്ക്, അതിലുപയോഗിച്ച ഇൻഗ്രീഡിയൻസ്, ടേസ്റ്റ് അതെല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഷിഫോൺ ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. ഉടനെ പുട്ടിങ് ആണെങ്കിൽ ഷെഫ് ഡ്രസ്സിൽ അവിടെ കടന്നു വരികയാണ്. അവളെ കണ്ട് സാഞ്ചി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. പുട്ടിങ്ങിന്റെ തൊട്ടു പിന്നാലെ ഒരുപാട് ഷെഫുകളും അവിടേക്ക് വരികയാണ്. അവരുടെ മെമ്മറി എല്ലാം അവൾ മോഡിഫൈ ചെയ്ത് സാഞ്ചിയും പുട്ടിങ്ങും മാരേജ് ചെയ്ത ആ ഒരു അവസ്ഥയിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ സാഞ്ചി വരച്ച ആ കേക്കിന്റെ പ്ലാൻ അതാ ഷെഫുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവരത് കാണേണ്ട താമസം അവർക്ക് ഭയങ്കര അത്ഭുതം. അവരെങ്ങനെ ഉണ്ടാക്കിയോ അതുപോലെ തന്നെയാണ് അവനതിന്റെ മോഡൽ വരച്ചു വെച്ചിരിക്കുന്നത്. വാവ്, നിന്റെ കൊണ്ട് എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ കഴിഞ്ഞു? ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നീയും ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നോ? അതിന് സാഞ്ചി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഞാനാണ് അത് ഒറ്റ നോട്ടത്തിൽ കണ്ട് അതുപോലെ വരച്ചെടുത്തത്. ഷെഫുകൾക്കാണെങ്കിൽ അപ്പോഴും അത് വിശ്വസിക്കാനാവില്ല. കാരണം അവരുടെ ഷെഫുകൾ ഒരുപാട് വർഷമെടുത്ത് കണ്ടെത്തിയ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് പോലും സാഞ്ചി അവൻ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കി അവിടെ നോട്ട് ചെയ്ത് വെച്ചു. ഇത് ശരിക്കും അവിശ്വസനീയമാണ്. നിങ്ങൾക്ക് നല്ല സ്കില്ലും പവറും ഉണ്ടെന്ന് അവർ പറയും. ഇങ്ങനാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷാവും. അവൾ അല്പനേരം സന്തോഷത്തിൽ തുള്ളിച്ചാടി ഞൊടിയടയിൽ വീണ്ടും മോൺസ്റ്റർ ഫേസിലേക്ക് മാറി സാഞ്ചിയോട് പറയും, സാഞ്ചി, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. തീർച്ചയായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അതൊന്നും തന്നെ കാര്യമായിട്ട് എടുക്കാതെ അവന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം പുട്ടിങ്ങിന്റെ നേച്ചർ അതിങ്ങനെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സാഞ്ചി ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ ടാസ്ക് അതങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ മുൻപിൽ ഒട്ടും സമയമില്ല. ഇത്രയും വേഗത്തിൽ കേക്ക് ഉണ്ടാക്കണം. മാത്രമല്ല സാഞ്ചിയുടെ സീക്രട്ട് റെസിപ്പി പോലും അവനതിൽ ആഡ് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് അവർ റെഡിയാക്കും. സാഞ്ചി ആണെങ്കിൽ അവരോട് പറയും, ഇനി ഒന്നും നോക്കാനില്ല, ബാക്കിയുള്ള വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇത് കപ്പലിൽ കയറ്റി ബിഗ് മോമിന്റെ മുൻപിലേക്ക് വരണം. അതേസമയം ബിഗ് മോം ആണെങ്കിൽ 1000 സണ്ണി കപ്പൽ ഫോളോ ചെയ്ത് കടലിലൂടെ വരികയായിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഈ കേക്ക് കാണിച്ച് അവളെ ഡൈവേർട്ട് ചെയ്യുന്നു. അവൾ കേക്കിന്റെ പിന്നാലെ പോകുന്ന സമയം ഞാൻ 1000 സണ്ണി കപ്പലിൽ കയറി എന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഇനി ഒന്നും നോക്കാനില്ല, നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇപ്പൊ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ കട്ടകുറി വില്ലൻ അവനാണെങ്കിൽ ലൂഫിയോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. നിന്റെ ടീംമേറ്റ് ആ പെട്രോ, അവൻ പരസ്പരയെ കൊല്ലാനായിട്ട് അവന്റെ ജീവൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞു. പരസ്പരയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിനക്കും നിന്റെ ഫ്രണ്ട്സിനും ഇത് തന്നെയായിരിക്കും ഗതി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ബ്രൂലിയെ എഴുന്നേൽപ്പിക്കും. അത് കേട്ട ലൂഫി ആണെങ്കിൽ അവൻ പല്ല് കടിച്ച് പതിയെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞൊടിയടയിൽ അവൻ അവന്റെ 2 കൈയും അങ്ങനെ ഊതി വീർപ്പിക്കും. ലൂഫി എലിഫന്റ് ഗാറ്റ്ലിംഗ് പവർ ഉപയോഗിച്ച് വില്ലനെ ആഞ്ഞടിക്കും. അവനാണെങ്കിൽ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്ത് ലൂഫിയുടെ എല്ലാ പഞ്ചിൽ നിന്ന് രക്ഷപ്പെട്ട് ലൂഫിയെ വീണ്ടും ആഞ്ഞടിച്ച് താഴെയിടും. അതേസമയം അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് പോകാനുള്ള 2 മിറേഴ്സ് കയ്യിലെടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, കൈ നീട്ടി ആ മിറേഴ്സ് തട്ടി താഴെയിടും. കട്ടുകുറിയാണെങ്കിൽ വീണ്ടും ലൂഫിയെ പിടിച്ച് ലോക്ക് ചെയ്യും. ആ സമയം ബ്രൂലി അവൾ താഴെ പോയ ആ മിറർ എടുത്ത് അതിലേക്ക് ഫയർ ഇങ്ങനെ അടിച്ചു വിടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.